നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാന്റെ കള്ളത്തരങ്ങൾ ഇന്ത്യക്ക് മുന്നിൽ വില പോവുകയില്ല. അതിന് എത്ര വർഷമായാലും അവരെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ചങ്കൂറ്റം അത് കൈയടികൾ സ്വീകരിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോഴിതാ കൃത്യം 25 വർഷത്തിന് ശേഷം 1999 ഇന്ത്യക്കെതിരെ നടത്തിയ കാർഗിൽ യുദ്ധത്തിൽ പങ്കുണ്ട് എന്ന് ആദ്യമായി പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യം. പ്രതിരോധ ദിനവുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ കാർഗിൽ യുദ്ധം ഉൾപ്പെടെ ഇന്ത്യയുമായി നടന്ന സംഘർഷങ്ങളിൽ മരിച്ച പാകിസ്ഥാൻ സൈനികർക്ക് പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീർ ആദരം അർപ്പിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് പാകിസ്ഥാൻ സമൂഹം ധീരരുടെ സമൂഹമാണ്. അവർ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യവും അതിന് നൽകേണ്ട വിലയും മനസ്സിലാക്കുന്നു. 1948, 65, 71 വർഷങ്ങളിൽ ആകട്ടെ, അല്ലെങ്കിൽ 1999 കാർഗിൽ യുദ്ധമാകട്ടെ, ആയിരക്കണക്കിന് സൈനികർ അവരുടെ ജീവൻ രാജ്യത്തിനും ഇസ്ലാമിനും വേണ്ടി ബലിയർപ്പിച്ചവരാണ് എന്നാണ് മുനീർ പറഞ്ഞുവെച്ചത്. ഇതാദ്യമായാണ് ഔദ്യോഗിക സ്ഥാനം വഹിക്കവേ ഒരു പാകിസ്ഥാൻ സൈനിക മേധാവി സൈന്യത്തിന് കാർഗിൽ യുദ്ധത്തിൽ പങ്കുണ്ട് എന്ന കാര്യം പരസ്യമായി തന്നെ സമ്മതിക്കുന്നത്. കാർഗിൽ യുദ്ധത്തിൽ പാക് സൈന്യത്തിന് നേരിട്ട് പങ്കില്ല എന്നായിരുന്നു ദീർഘകാലമായി പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചിരുന്ന വാദം. 1999 മെയ് മുതൽ ജൂലൈ വരെ നടന്ന കാർഗിൽ യുദ്ധത്തിൽ ജമ്മു കാശ്മീരിലെ കാർഗിൽ ജില്ലയിലെ നിയന്ത്രണ രേഖയുടെ ഇന്ത്യൻ ഭാഗത്തേക്ക് പാകിസ്ഥാൻ സൈന്യം നുഴഞ്ഞു കയറുകയായിരുന്നു. ഓപ്പറേഷൻ വിജയ് എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യയുടെ സൈനിക നടപടി നുഴഞ്ഞുകയറ്റക്കാരെ തന്ത്രപ്രധാന സ്ഥാനങ്ങളിൽ നിന്ന് പിന്മാറാൻ നിർബന്ധരാക്കുകയായിരുന്നു. സൈന്യം തങ്ങളുടെ പങ്കാളിത്തം നിഷേധിക്കുക മാത്രമല്ല, പിന്നീട് ഇന്ത്യൻ സൈന്യം കൈമാറിയ സൈനികരുടെ മൃതദേഹങ്ങൾ സ്വീകരിക്കാൻ പോലും വിസമ്മതിക്കുകയും ചെയ്തിരുന്നു. 1999 യുദ്ധത്തിൽ പാകിസ്ഥാൻ ദയനീയമായ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ലഡാക്കിലെ ഏകദേശം 3 മാസത്തെ യുദ്ധത്തിന് ശേഷം ടൈഗർ ഹിൽ ഉൾപ്പെടെയുള്ള കാർഗിൽ സെക്ടറിലെ നിയന്ത്രണ രേഖയുടെ ഇന്ത്യൻ ഭാഗത്ത് നുഴഞ്ഞു കയറാൻ കൈവശപ്പെടുത്തിയിരുന്ന സ്ഥാനങ്ങൾ ഇന്ത്യൻ സൈനികർ വിജയകരമായാണ് തിരിച്ചെടുത്തത്. കാർഗിൽ സെക്ടറിൽ നിന്ന് സൈനികരെ പിൻവലിക്കാൻ ഉത്തരവിടാൻ US പ്രസിഡന്റ് ബിൽ ക്ലിന്റണും പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനോട് ആവശ്യപ്പെട്ടിരുന്നു. യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ വിജയത്തിന്റെ സ്മരണാർത്ഥം ഈ ദിനം കാർഗിൽ വിജയ് ദിവസായാണ് ആചരിക്കുന്നത്. 545 സൈനികരാണ് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരോട് പോരാടി ജീവൻ ബലിയർപ്പിച്ചത്. കശ്മീരിൽ തങ്ങളുടെ അവകാശവാദം ഉന്നയിക്കാൻ പാകിസ്ഥാൻ നടത്തിയ തന്ത്രമാണ് ഓപ്പറേഷൻ എന്ന് ഇന്ത്യ എപ്പോഴും നില ആവർത്തിച്ചുകൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ നിലനിർത്തിയിട്ടുമുണ്ട്. യുദ്ധ തടവുകാരും അവരുടെ ശമ്പള ബുക്കുകളും യൂണിഫോമുകളും ആയുധങ്ങളും ഉൾപ്പെടെ കാർഗിലിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇടപെടലിന്റെ നിരവധി തെളിവുകൾ ഇന്ത്യയുടെ പക്കലുണ്ട്. യുദ്ധാനന്തരം നിരവധി പാക് സൈനികരെ ഇന്ത്യൻ സൈന്യം കാർഗിലിൽ അടക്കം ചെയ്തിട്ടുമുണ്ട്. കാർഗിലിൽ കൊല്ലപ്പെട്ട സൈനികരുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ പാകിസ്ഥാൻ സൈന്യം വിസമ്മതിക്കുകയും ചെയ്തിരുന്നു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുടെ മൃതദേഹം അധികൃതർ രഹസ്യമായാണ് അന്വേഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ അതേ സൈനികർ തന്നെ, അതേ രാജ്യം തന്നെ അന്ന് വീരമൃത്യു വരിച്ച ജവാന്മാരാണ് എന്ന്, അന്ന് മൃതദേഹം പോലും ഏറ്റുവാങ്ങാതെ സ്വന്തം രാജ്യത്ത് പോലും അവരുടെ അന്ത്യ വിശ്രമം കൊള്ളാൻ പോലും അവരെ സമ്മതിക്കാതെ ഇന്ത്യൻ മണ്ണിൽ തന്നെ അവരെ അടക്കിയ, തങ്ങളുടെ പൗരന്മാരല്ല അവരെന്ന് അവരെ യഥേഷ്ടം തള്ളിപ്പറഞ്ഞ അതേ രാജ്യം തന്നെ ഇന്ന് അവർ ധീരന്മാരാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്.